ദേശീയപാത 66-ൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഭ MLA ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതായും MLA പറഞ്ഞു. ദേശീയപാത 66-ൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് പ്രതിഭ MLA ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതായും MLA അറിയിച്ചു. ദേശീയപാത 66-ൽ അപകടങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കായംകുളം കല്ലുമൂടിന് സമീപം ദേശീയപാതയിൽ സർവീസ് റോഡിന് കുറുകെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓടയിൽ സ്കൂട്ടർ മറിഞ്ഞ് 23 വയസ്സുള്ള ഒരു യുവാവ് ദാരുണമായി മരണമടഞ്ഞു. ദേശീയപാത വികസനം ഏറെ അനിവാര്യമാണെങ്കിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ച ശേഷം ഒട്ടേറെ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി യാത്രക്കാരുടെ ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാതയിൽ യാതൊരുവിധ അപകട സൂചക ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല. ദേശീയപാതയുടെ വശങ്ങളിലുള്ള വൈദ്യുതി പോസ്റ്റുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്തതുകൊണ്ട് രാത്രികാലങ്ങളിൽ വലിയ ഇരുട്ടാണ് പ്രദേശത്തുള്ളത്. റോഡിൽ രൂപപ്പെട്ടിട്ടുള്ള വലിയ കുഴികളും വെള്ളക്കെട്ടും അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഓടകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള പ്രദേശങ്ങൾ ഈ മഴക്കാലത്ത് വലിയ വെള്ളക്കെട്ട് അനുഭവിക്കുകയാണ്. ഓടകളുടെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ഇനിയും ഒരു ജീവൻ ദേശീയപാത 66-ൽ പൊലിയാതിരിക്കുവാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയും ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.